ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ സുഭാഷ് കയാർ, കാണക്കാരി VHSയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ പീരീഡാണ്. കുട്ടികൾക്കെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ അകത്ത് ഒരു മെയിനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്ലാസ് റൂം. ഇതിനോടൊപ്പം തന്നെ എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. എങ്കിൽ പോലും ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ തരുന്നത്. ഇതിൻ്റെ അകത്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മൾ കയറുന്നത് ഗൂഗിൾ ക്ലാസ് റൂം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ്. ഇത് മൊബൈലിൽ അല്ലാതെയും ഗൂഗിൾ ക്രോം വഴിയൊക്കെ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് സെർച്ച് ചെയ്ത് കയറി യൂസർ നെയിം ജിമെയിൽ കൊടുത്ത് കയറിയാലും നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ആപ്ലിക്കേഷനാണ് എല്ലാവർക്കും സൗകര്യം. ഇവിടെ ക്യാമറയുടെ ആവശ്യം വരുന്നില്ലല്ലോ. മറ്റേ കമ്പ്യൂട്ടറാണ്, വേറെ ക്യാമറ വേണം, ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ക്ലാസ്സിൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ടീച്ചേഴ്സിന് ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാം. ടീച്ചേഴ്സ് ആകുമ്പോൾ ആദ്യം തന്നെ ഈ മുകളിൽ കാണുന്ന പ്ലസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ക്ലാസ് എന്ന ഓപ്ഷനിൽ കൊടുക്കുക. അതിൻ്റെ പ്രൈവസി പോളിസി ഒക്കെ എടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഏതാണോ ക്ലാസ്, അതിൻ്റെ സെക്ഷൻ, റൂം, സബ്ജക്റ്റ്, മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് ഒരു റൂം ക്രിയേറ്റ് ചെയ്യുക. റൂം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ റൂമിൽ നിന്നുകൊണ്ട് തന്നെ അതിന് കൂടെ വർക്ക് ചെയ്യേണ്ട ടീച്ചേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് പീപ്പിൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ടീച്ചേഴ്സ് എന്നുള്ള പ്ലസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ടീച്ചേഴ്സിൻ്റെ ഇമെയിൽ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇൻവിറ്റേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ടീച്ചേഴ്സിന് അവിടെ ഇൻവിറ്റേഷൻ കിട്ടിയ ടീച്ചേഴ്സിന് ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ ഈ ആപ്ലിക്കേഷനിൽ ടീച്ചേഴ്സായിട്ട് ആഡ് ആവുന്നതാണ്. അങ്ങനെ ടീച്ചേഴ്സിന് ഈ ക്ലാസ് റൂമിൽ അവർക്ക് ക്ലാസ് വർക്കുകൾ കൊടുക്കാൻ പറ്റും. ക്ലാസ് വർക്കുകൾ ഈ ഓപ്ഷനിൽ ഇവിടെ പ്ലസ് എന്ന ഓപ്ഷനുണ്ട്. അതിൽ അസൈൻമെൻറ്റ്, ക്വസ്റ്റ്യൻ, മറ്റ് മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം അല്ലെങ്കിൽ കുട്ടികളെ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ആ പീപ്പിൾ എന്നുള്ള ഓപ്ഷന് താഴെ സ്റ്റുഡൻസിൻ്റെ ഇമെയിൽ ID ആഡ് ചെയ്ത് അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുക. അല്ല എങ്കിൽ ഇതിൻ്റെ ഒരു ക്ലാസ് കോഡുണ്ട്. ആ ക്ലാസ് കോഡ് നമ്മൾ കുട്ടികൾക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് അതിലേക്ക് കയറാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ കുറേ കുട്ടികൾ കയറി ക്ലാസ്സിലുണ്ട്. ഇതാണ് ഈ ഓപ്ഷൻ. ഇപ്പോൾ കുട്ടികൾക്ക് ഇവിടുന്ന് ഇൻവിറ്റേഷൻ പോയി കഴിയുമ്പോൾ അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആക്സെപ്റ്റ് ഓപ്ഷൻസ് കൊടുത്തു കഴിയുമ്പോൾ അവർ ഈ ക്ലാസ് റൂമിൽ ആഡാവും. ബാക്കിയുള്ള പ്രൊസീജിയറുകളും അതിനോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കുട്ടികൾ ഇതിൻ്റെ അകത്ത് അവർ ചാറ്റ് ചെയ്യുന്നതും നമുക്ക് സംശയങ്ങളുണ്ടെങ്കിലും അവരെല്ലാം ഇതിലൂടെ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. പിന്നെ നമുക്ക് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മീറ്റ്. ഗൂഗിൾ മീറ്റ് അതുപോലെ തന്നെ ജിമെയിൽ ഉപയോഗിച്ച് യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് കയറുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂ മീറ്റിംഗ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ടീച്ചേഴ്സ് ആണെങ്കിൽ ന്യൂ മീറ്റിംഗ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ന്യൂ മീറ്റിംഗ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മീറ്റിംഗ് കോഡ് ജനറേറ്റ് ആയിട്ട് ആ മീറ്റിംഗ് കോഡ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അത് കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന സമയത്ത് ഈ ഗൂഗിൾ കോഡിൽ ക്ലിക്ക് ചെയ്ത് അവിടെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 മണിയാണെങ്കിൽ 2 മണി അതിൽ ആ സമയത്ത് അവരവിടെ എത്തിപ്പെടുകയും ചെയ്യുന്നു. അതിനവരവിടെ ആ ലിങ്കിൽ കയറി കഴിയുമ്പോൾ ആസ്ക് ടു ജോയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ആണ് അവിടെ വരുന്നത്. ആസ്ക് ടു ജോയിൻ എന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആരാണോ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അയാൾക്ക് ഇവരെ അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള അനുവാദം ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജ് വരും. അപ്പോൾ അയാൾ അതിന് ഓക്കെ അടിച്ചു കഴിയുമ്പോൾ ആ കുട്ടി ഈ ക്ലാസ് റൂമിലേക്ക്
ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ ഏകദേശം 100 പേരോളം ആഡ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന നേരത്തെ ഉള്ള ഒരു കോഡാണ്. ആ കോഡിൽ റീജോയിൻ ചെയ്താൽ ഏതെങ്കിലും സമയം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റീജോയിൻ ചെയ്യാൻ പറ്റും, എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ. മീറ്റിംഗ് ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസുകൾ. പിന്നെ ഇത് മീറ്റിംഗ് കോഡാണ്. അതല്ലാതെ ഇൻവിറ്റേഷൻ കിട്ടിയില്ല മീറ്റിംഗ് കോഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ മീറ്റിംഗ് കോഡ് ഇവിടെ അടിച്ചു കൊടുത്ത് ജോയിൻ മീറ്റിംഗ് ഓപ്ഷൻസ് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാൻ പറ്റും, എപ്പോഴാണോ മീറ്റിംഗ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത്. പിന്നെ നമ്മുടെ പ്രസൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ഷെയറിംഗ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ ഓൺലൈനിൽ ഇരിക്കുന്ന നമ്മുടെ കൂടെ കോൺഫറൻസിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റും. ഇങ്ങനെ കുറേ ഓപ്ഷൻസാണുള്ളത്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ വരുമ്പോൾ അവരെല്ലാവരും മ്യൂട്ട് ഓപ്ഷനിൽ ഇടുകയായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിൻ്റെ സൗണ്ട് പുറത്ത് വന്ന് ഇതിൻ്റെ സ്പീക്കറിലൂടെ തന്നെ വന്ന് ഇതിൻ്റെ മൈക്ക് തന്നെ പിടിച്ചെടുക്കുകയും അതൊരു എക്കോ പോലെ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതാണ്. അപ്പോൾ ഈ മീറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആൾ ഒഴികെ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുക. കണ്ടക്ട് ചെയ്യുന്ന ആൾ ചോദിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്ത് അതിന് മറുപടി പറഞ്ഞതിന് ശേഷം അയാൾ മ്യൂട്ട് ചെയ്യണം. മൈക്രോഫോൺ ഇപ്പോൾ ഓഫാണ്, ഇങ്ങനെ ഓൺ. ഈ രീതിയിൽ അവർക്ക് മ്യൂട്ട് ചെയ്യുകയും അൺമ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെയാണ് ഗൂഗിൾ മീറ്റിങ്ങിലൂടെ മറ്റ് കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിയുന്നത്. അതിനുശേഷം വേറൊരു ഓപ്ഷൻസ് എന്ന് വെച്ചാൽ യൂട്യൂബ് ഗോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കുട്ടികൾക്ക് ഒത്തിരി ഡാറ്റ കൺസംഷൻ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചാൽ വളരെ ഉപയോഗപ്രദമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ നമ്മൾ ഓപ്ഷൻസ് എടുക്കുമ്പോൾ ഇതിൻ്റെ തന്നെ ഈ ലിങ്കിൻ്റെ താഴെ തന്നെ ഇത്ര MB എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫയലാണെങ്കിൽ ഇത് ഒറിജിനൽ ഫയൽ ഹൈ സ്റ്റാൻഡേർഡാണ്, 59 MB ആണ്. പക്ഷേ നമുക്ക് ഏത് MBയിലാണോ നമുക്കത് വ്യൂ ചെയ്യേണ്ടത് 12 MB ചെയ്താൽ റെസൊല്യൂഷൻ കുറയും. ആ MB യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം ഈ പാട്ടിൻ്റെ ആണെങ്കിൽ ഈ പാട്ടിന് ആ ചാനൽ ഉള്ള ആളുകൾ ഡൗൺലോഡ് റൈറ്റ്സ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതിന് എത്ര ഇതാണോ കൊടുത്തിരിക്കുന്നത് ആ MBയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ചിലതിന് മാത്രമേ നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരുള്ളൂ. അപ്പം ഇങ്ങനെ ഈ വീഡിയോ ആണെങ്കിൽ ഈ വീഡിയോ ഏകദേശം 58 MB ആണ്. പക്ഷെ നമുക്ക് 13 സ്ക്രീൻ സേവർ ഓപ്ഷൻസ് 13 MBയിൽ നമുക്കിത് പ്ലേ ചെയ്യാം. ഡാറ്റ സേവിങ് ഓപ്ഷൻ ടിക്ക് ചെയ്ത് നമുക്കത് പ്ലേ ചെയ്യാം. ഇത് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന ഹൈ ഓപ്ഷൻ വന്നാൽ അത് പ്ലേ ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടി ഇതാണ്. അപ്പോൾ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിപ്പെട്ടിരിക്കുന്ന വീഡിയോസ് കാണുമ്പോൾ ഈ രീതിയിൽ ചെയ്യുവാൻ അവർക്ക് കൂടുതൽ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും.